അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വീണ്ടും പൊട്ടിത്തെറിക്ക് വഴിവെച്ച് ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീന്റെ ഫയലുകൾ. ഇത്തവണ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനാണ് എട്ടിന്റെ പണി കിട്ടിയത്. വർഷങ്ങളായി രഹസ്യമാക്കി വെച്ച ലൈംഗികാരോപണ പരാതിയുടെ നിർണായക രേഖകൾ ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നു. ഒരു വശത്ത് യുദ്ധക്കോപ്പുകളും മറുവശത്ത് തെരഞ്ഞെടുപ്പ് ചൂടും കത്തി നിൽക്കുമ്പോൾ ഈ ബോംബ് തീർച്ചയായും ട്രംപിന് തലവേദനയാകും. കഥ തുടങ്ങുന്നത് 2019-ലാണ്. ഒരു യുവതിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലോടെയാണിത്. 1980-കളിൽ താൻ വെറും കുട്ടിയായിരിക്കുമ്പോൾ എപ്സ്റ്റീനും ട്രംപും ചേർന്ന് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു ആ പരാതി. US അന്വേഷണ ഏജൻസിയായ FBI അതീവ ഗൗരവത്തോടെ 4 തവണ അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും വിശദമായ സംഗ്രഹം തയ്യാറാക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട സമ്പൂർണ്ണ എപ്സ്റ്റീൻ ഫയലുകളിൽ ഈ നിർണായക രേഖകൾ എവിടെയും കണ്ടില്ല. ട്രംപിനെ കുറിച്ചുള്ള ഒരു ചെറിയ പരാമർശം മാത്രം. ന്യൂയോർക്ക് ടൈംസ് പോലുള്ള വമ്പൻ മാധ്യമങ്ങൾ ഈ മിസ്സിംഗ് പേജുകൾ കണ്ടുപിടിച്ചതോടെ സംഭവം വലിയ വിവാദ അഗ്നിയായി മാറുകയും ചെയ്തു. 50-ലധികം നിർണായക പേജുകൾ അപ്രത്യക്ഷമായത് രാജ്യമെമ്പാടും ചോദ്യങ്ങൾ ഉയർത്തി. ഒടുവിൽ ഈ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടപ്പോഴാണ് നീതിന്യായ മന്ത്രാലയം ഒളിപ്പിച്ചു വച്ച ആ 4 മൊഴി പകർപ്പുകൾ പുറത്തുവിട്ടത്. തെറ്റായ ധാരണ കാരണം സംഭവിച്ച പിഴവാണെന്നാണ് അധികൃതരുടെ വിശദീകരണം. മറ്റു രേഖകളുടെ പകർപ്പുകളാണെന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ് ഇവ ഒഴിവാക്കിയതെന്നും സമാനമായ രീതിയിൽ മറ്റ് 10 രേഖകളും ഇവർ അബദ്ധത്തിൽ മുക്കിയെന്നും പ്രസ്താവനയിൽ പറയുന്നു. എന്നാൽ കോൺഗ്രസ് അംഗങ്ങൾക്കിടയിൽ ശക്തമായ വിമർശനം ഉയർന്നു കഴിഞ്ഞു. ട്രംപ് ഭരണകൂടം നിയമപരമായ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയെന്നാണ് ആരോപണം. 50,000-ഓളം എപ്സ്റ്റീൻ ഫയലുകൾ ഈയാഴ്ച പുറത്തുവിടുമെന്ന് US നീതിന്യായ വകുപ്പ് പറഞ്ഞിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ഒരു സ്ത്രീ നടത്തിയ ആരോപണങ്ങൾ ഉൾപ്പെടുന്ന ഫയലുകൾ അങ്ങനെ പുറത്തുവന്നു. വാൾ സ്ട്രീറ്റ് ജേണലാണ് ഇത് സംബന്ധിച്ച വിവരം ആദ്യം പുറത്തുവിട്ടത്. US നീതിന്യായ വകുപ്പ് പ്രസിദ്ധീകരിച്ച രേഖകളിൽ നിന്ന് 40,000-ലധികം ഫയലുകൾ കാണാതായെന്ന് പത്രം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നാലെ 47,635 ഫയലുകൾ കൂടുതൽ പരിശോധനയ്ക്കായി പിൻവലിച്ചെന്നും അവ അവലോകനം നടത്തി വീണ്ടും പ്രസിദ്ധീകരിക്കുമെന്നും US നീതിന്യായ വകുപ്പ് അറിയിച്ചു. ട്രംപിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീയുമായുള്ള FBI കൂടിക്കാഴ്ചയുടെ വിവരങ്ങളാണ് ഈ ഫയലുകളിലെന്നായിരുന്നു വിവരം. എന്തായാലും ഈ മറന്നുപോയ രേഖകൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ എപ്സ്റ്റീൻ ഭൂതം ട്രംപിനെ എങ്ങനെ വേട്ടയാടുമെന്ന് കണ്ടറിയണം. കാത്തിരുന്ന് കാണാം ഈ കഥ എങ്ങനെയാകുമെന്ന്. എന്തായാലും ട്രംപിന് കനത്ത തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ യുദ്ധ സാഹചര്യത്തിൽ